ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ റാഗി പൗഡർ ഇല്ല, അതാണ് കേട്ടോ. റാഗി പൗഡർ ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു അരക്കപ്പോളം നമ്മൾ ഗോതമ്പിൻ്റെ പൊടിയില്ല, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റാഗി പൊടി വേണ്ടെങ്കിൽ മൊത്തം എല്ലാം ഗോതമ്പിൻ്റെ പൊടി തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റാഗി പൗഡറും അതുപോലെ തന്നെ അരക്കപ്പ് ഗോതമ്പിൻ്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ചെറിയ പിഞ്ച് ഓഫ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അവിടെ മാറ്റി വെക്കട്ടെ. പിന്നെ നമ്മൾ പംകിനില്ല, അത് ഞാൻ കുറച്ച് ഒരു 100 ഗ്രാമോളം ഉണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഉപ്പിട്ടിട്ട് വെള്ളമൊഴിച്ച് കുറച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബ്രൗൺ ഷുഗർ ഞാനൊരു 3/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പൊടിക്കാത്തതാണ് കേട്ടോ. അതെന്നിട്ട് 3/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ബട്ടർ ആകുമ്പോൾ ഒരു 100 ഗ്രാമോളം എടുത്താൽ മതിയേ. ബട്ടർ എടുക്കുമ്പം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഷുഗറൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു കേക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിനും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ഹെൽത്തി കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിവിടെ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സിനമൺ പൗഡർ ഇല്ലേ, നമ്മൾ പട്ടൻ്റെ പൊടി, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പട്ടൻ്റെ പൊടിയും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ കേക്കിന് നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് എല്ലാവരും ഈ ഒരു കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിലേക്ക് കുറച്ചൊന്ന് സ്മെല്ലിന് വേണ്ടിയിട്ട് വാനില എക്സ്ട്രാക്റ്റിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂണോളം ഉണ്ട്. ഞാനതിലേക്ക് കുറച്ച് വാൾനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള സീഡും അതുപോലെ തന്നെ എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ, ഡാർക്ക് ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് ട്രൈക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതിലേക്ക് നമ്മൾ കേക്ക് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ സീഡും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത പംകിൻ സീഡ് അതൊക്കെ ഉണ്ടല്ലോ, പിന്നെ അതുപോലെ തന്നെ ചോക്കോ ചിപ്സ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 180 ഡിഗ്രിയിൽ ഒരു 45 to 50 മിനിറ്റ്സ് എന്നിട്ട് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത് നമ്മൾ റാഗിയൊക്കെ അല്ല, അപ്പോൾ റാഗിയൊക്കെ ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം സ്ലോ കുക്കിംഗ് എന്നിട്ട് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ പ്ലം കേക്കൊക്കെ ഇല്ല, ആ ഒരു രീതിക്കാണ് എന്നിട്ട് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഒരു 45 to 50 മിനിറ്റ്സ് ആണ് മൊത്തത്തിൽ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് 180 ഡിഗ്രിയിലാക്കിയതിന് ശേഷം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക എന്നിട്ട് വന്നിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പം ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തതിന് ശേഷമുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഒക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു ബ്രൗണിയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവൽ. അപ്പം ഞാനിവിടെ ബേക്കിംഗ് ട്രൈയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.